ലോറൻസിന്റെ മൃതദേഹ കൈമാറ്റത്തെ തുടർന്ന് ഉണ്ടായ തർക്കത്തിൽ അല്പസമയം മുമ്പാണ് ഹൈക്കോടതി ഉത്തരവ് വന്നത്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം നൽകിയത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള നടപടിയാണോ, അതിനുള്ള തയ്യാറെടുപ്പാണോ അവിടെ നടക്കുന്നത്? നിലവിലിപ്പോൾ നേരത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഔദ്യോഗിക ബഹുമതികൾ നൽകിയിരുന്നു. ശേഷം ഇപ്പോൾ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾ ഉച്ചത്തിൽ കേൾക്കാം. പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുകയാണ്. ഈ കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ വൈദ്യപഠനത്തിനായി മൃതദേഹം വിട്ടു നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. നിലവിൽ പക്ഷേ തീരുമാനിച്ചിട്ടുള്ളത് ഈ മൃതദേഹം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റാനാണ്. തൽക്കാലത്തെ തീരുമാനം അങ്ങനെയാണ്. നേരത്തെ ഈ ഹർജി നൽകിയ മകൾ ആശ ലോറൻസ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും ഈ മൃതദേഹത്തിനരികിൽ ഉണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനുമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അവസാന ഘട്ടത്തിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ തന്നെ വലിയ വിഷമത്തിന് കാരണമായിട്ടുണ്ട്. അതവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അനുകൂലമായ തീരുമാനം അത് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് ഈ വൈദ്യപഠനത്തിനായി മൃതദേഹം വിട്ടു നൽകാനുള്ള തീരുമാനമെടുത്തത് എന്നുള്ളതാണ് കുടുംബാംഗങ്ങളും മറ്റു കുടുംബാംഗങ്ങളും പാർട്ടിയും പറഞ്ഞത്. അതിനാൽ കൂടിയാണ് നിലവിലിപ്പോൾ ഈ മൃതദേഹം വിട്ടു നൽകാൻ തീരുമാനിച്ചതും. പക്ഷെ അത് കോടതിയുടെ ഒരു ഇടപെടലോടുകൂടി ഒരു താൽക്കാലിക തടസ്സം അതിന് വന്നിരിക്കുകയാണ്. പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ എറണാകുളം ടൗൺ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എം ലോറൻസിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റാൻ തുടങ്ങുകയാണ്. ആ മൃതദേഹം വഹിച്ചിരിക്കുന്ന പേടകത്തിന് മുന്നിൽ ഏതാണ്ട് അതിൽ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുന്നത് അതാണ് ആശ ലോറൻസ്. ഹർജി കൊടുത്ത എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസും ആശ ലോറൻസിന്റെ മകൻ അലൻ, ആ രണ്ടുപേരെയുമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ മൃതദേഹം അവിടെ എടുക്കേണ്ടത്, അതായത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഏതാണ്ട് 4 മണിക്ക് മെഡിക്കൽ കോളേജിന് കൈമാറുമെന്നായിരുന്നു നേരത്തെ CPM ജില്ലാ നേതൃത്വം അറിയിച്ചിരുന്നത്. 4 മണിയോട് അടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് ആ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുക. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് വരെ അത് പഠനാവശ്യങ്ങൾക്കായി മാറ്റരുത്, മോർച്ചറിയിൽ സൂക്ഷിക്കുക എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. ആ തീരുമാനം വന്ന ശേഷം മൃതദേഹം മാറ്റാൻ തയ്യാറെടുക്കുകയായിരുന്നു CPM. അവിടെ റെഡ് വോളണ്ടിയേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. പോലീസ് ഔദ്യോഗിക ബഹുമതികളും നൽകിയിരുന്നു. ഈ സമയത്ത് അവിടെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. പക്ഷേ ആശ ലോറൻസും അവരോടൊപ്പമുള്ള അവരുടെ മകനും അവിടെ നിൽക്കുകയാണ്. ഇപ്പോഴും മൃതദേഹം അവിടെ വന്നിപ്പോൾ മാറ്റുന്ന സമയമാണ്. ആ സമയത്താണ് ഇപ്പോൾ ആശ അവിടെ വീണ്ടും എത്തിയിരിക്കുന്നത്. അവരുടെ ഹർജിയിലായിരുന്നു കോടതിയുടെ ഒരു ഇടക്കാല ഇടപെടലുണ്ടായത്. എന്തായിരിക്കും ഇനി സംഭവിക്കുക? സ്വാഭാവികമായും സംഭവിക്കേണ്ടത് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക്, എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അതിനുശേഷം ഈ വിഷയത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ ഇതിൽ സമ്മതപത്രം അടക്കമുള്ള കാര്യങ്ങളിൽ അതിൻ്റെ തെളിവുകൾ കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് ഹാജരാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ആ നിലയ്ക്ക് പോകും. അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അക്കാര്യത്തിൽ പരിശോധന നടത്തി തീരുമാനമെടുക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞത്. അതാണ് നിലവിലുള്ള സിറ്റുവേഷൻ. അതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ടൗൺ ഹാളിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. മൃതദേഹം മാറ്റേണ്ട സമയമാകുന്നു. അവിടെ ആശ അവിടെ ഉണ്ട്. ആശ അവിടെ CPM പ്രവർത്തകർ അന്ത്യാഭിവാദ്യം നൽകുകയാണ് എം ലോറൻസിന്. അതിനിടയിൽ ആശ എന്തോ പറയുന്നുണ്ട്. മൃതദേഹ പേടകത്തിൽ കൈപിടിച്ചുകൊണ്ട് അവരെന്തോ പറയുന്നുണ്ട്. ഇനിയിപ്പോഴത് വിട്ടുകൊടുക്കില്ല എന്നാണോ നേതാക്കളുമായി തർക്കിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ ഒരു ഇടപെടൽ, ആശയുടെ ഒരു ഇടപെടൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെയും ഇക്കാര്യത്തിൽ CPM-മായി പല ഘട്ടങ്ങളിലും തർക്കമുണ്ടാവുകയും ചെയ്തതാണ്. ആശ അവിടെ
ഇപ്പോഴും നേതാക്കളോട് തർക്കിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തോ പറയുന്നുണ്ട്, ഇനി വിട്ടുകൊടുക്കില്ല എന്ന നിലയിൽ എന്തൊക്കെയോ അവർ CPM-ന്റെ ടൗൺ ഹാളിൽ കൂടി നിൽക്കുന്ന പ്രവർത്തകരോടോ നേതാക്കളോടൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇവിടെ മന്ത്രി P. രാജീവ്, CPM ജില്ലാ സെക്രട്ടറി അടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. CPM-ന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക നേതാക്കൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, MA ബേബി അടക്കമുള്ള PB അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ വിവിധ വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കൾ ഒക്കെ ഇന്ന് രാവിലെ മുതൽ അവിടേക്ക് എത്തി അവരുടെ പ്രിയപ്പെട്ട സഖാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. അങ്ങനെ ആ സമയത്തൊന്നും ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ തർക്കമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് മക്കൾ അവർ രണ്ടുപേരും ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനുള്ള തീരുമാനം അദ്ദേഹം എടുത്ത കാര്യം പാർട്ടിയെ അറിയിച്ചു. പാർട്ടി അതനുസരിച്ചുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് മകൾ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. MM ലോറൻസ് അവസാന കാലങ്ങളിൽ മതവിശ്വാസത്തിലേക്ക് മടങ്ങിയിരുന്നു. അതുകൊണ്ട് മതാചാരപ്രകാരം മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കണം എന്ന ആവശ്യവുമായി അവർ മുന്നോട്ട് വരികയും കോടതിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീട് കണ്ടു. കോടതി ഇക്കാര്യത്തിൽ രേഖകൾ എന്തോ തെളിവുകൾ ഈ മൃതദേഹം വിട്ടു നൽകാനുള്ള സമ്മതപത്രം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ സമ്മതപത്രം ഹാജരാക്കിയിട്ടില്ല കുടുംബാംഗങ്ങൾ ആരും. അല്ലെങ്കിൽ അതുകൊണ്ട് ആ വിഷയത്തിൽ മൃതദേഹം തൽക്കാലം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ മാറ്റട്ടെ, മോർച്ചറിയിലേക്ക് മാറ്റട്ടെ, അവിടെ പഠനാവശ്യങ്ങൾക്ക് എടുക്കരുത്, അത് മോർച്ചറിയിൽ സൂക്ഷിക്കുക എന്നാണ് കോടതി ഇട്ടിരിക്കുന്ന ഒരു ഉത്തരവ്. CPM എടുത്തിരിക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ കുടുംബാംഗങ്ങളാണ് ഈ മൃതദേഹം പഠനാവശ്യത്തിന് നൽകണമെന്ന് MM ലോറൻസ് അറിയിച്ച കാര്യവും അത് പാർട്ടിയെ അറിയിക്കുകയും ചെയ്ത കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് നിൽക്കും. സംസ്കരിക്കലാണെങ്കിൽ അതിന് തയ്യാറാണ്. അതല്ല, മൃതദേഹം ആശുപത്രിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനും സന്നദ്ധമാണ് എന്ന നിലപാട് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. നിയമപരമായ വിഷയമായി മാറി കോടതിയിലേക്ക് ആ തർക്കം എത്തുകയും ചെയ്യുന്നു. ഔദ്യോഗിക ബഹുമതികളൊക്കെ നൽകി മൃതദേഹം ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റേണ്ടുന്ന സമയമായപ്പോഴാണ് ഇപ്പോൾ അവിടെ നമ്മൾ ഈ കാണുന്ന അത്തരത്തിലുള്ള ഒരു കാഴ്ച. ഇപ്പോൾ MM ലോറൻസിൻ്റെ മകൾ ആശയെയും മകനെയും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. രണ്ടുപേരും അവിടെയുണ്ട്. അത് കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ അവരുടെ വികാരം കണക്കിലെടുത്ത് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ. ഒരു പൊതുദർശനം നടക്കുന്ന വേദിയാണ്. പാർട്ടി പ്രവർത്തകരുണ്ട് അവിടെ. അവരുടെയൊക്കെ ഇടയിൽ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അപ്പോൾ അങ്ങനെ വേഗത്തിൽ അങ്ങനെ തീരുമാനമെടുത്ത് ബലമായി എന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയല്ല. കാരണം അത്തരം ഈ പറയുന്ന ഇനിയിപ്പോൾ ആശാ ലോറൻസിനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവരുടെ കൂടി വിശ്വാസത്തിലെടുത്ത് മാത്രമേ അക്കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കൂ എന്ന് കരുതാ. ചെറുമകനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. പാർട്ടി പ്രവർത്തകരൊക്കെ അവിടെ ചെറുമകൻ അലൻ എന്നാണ് ആ കുട്ടിയുടെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അലനെ അവിടുന്ന് ബലമായി നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു കാണുന്നു. അത് കുടുംബാംഗങ്ങളാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നറിയില്ല. മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ആശയം അവിടെ നിന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ബലമായി അത്തരം ഒരു നടപടിയിലേക്ക് പോകുകയാണെന്ന് തോന്നുന്നു. ശ്രീകാന്ത്, ഒരു ബലമായി അവരെ അവിടെ നിന്ന് മാറ്റുകയാണോ, അത് കുടുംബാംഗങ്ങളാണോ പാർട്ടി പ്രവർത്തകരാണോ അതിന് നേതൃത്വം നൽകുന്നത്? ഇപ്പോൾ രണ്ട് ആശയം കാണുന്നില്ല, അലനെയും കാണുന്നില്ല ദൃശ്യങ്ങളിൽ. അവരെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് മാറ്റി മൃതദേഹം ഇതാ അവിടെ നിന്ന് മാറ്റുകയാണ് അല്ലേ? അവിടെ ഏതാണ്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. CIT-ന്റെ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ച നേതാവാണ്. നിരവധി വർഗ ബഹുജന സംഘടനകളുടെ സജീവ സാന്നിധ്യമായിരുന്നു. എറണാകുളത്തിൻ്റെ രാഷ്ട്രീയ മുഖമാണ്, സമരമുഖമാണ് MM ലോറൻസ്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന നാടകീയമായ ചില സംഭവങ്ങൾക്കൊക്കെ വേദിയാവുന്നത്. ശ്രീകാന്ത്, ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയല്ലേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി? ആ ഹോളിനകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ടൗൺ ഹാളിൽ അല്ലേ? അത്യന്തം നാടകീയമായ രംഗങ്ങൾക്കാണ് വിജയകുമാർ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. അതായത് ആശാ ലോറൻസ് അല്പസമയം മുമ്പ് ഹർജി നൽകിയതിന് ശേഷം ഒരു അനുകൂല ഉത്തരവ് നേടിയെടുത്തതിന് ശേഷം ഇവിടെ എത്തി ഈ മൃതദേഹത്തിനരികിൽ നിൽക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമം പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത്
അത് തടയാൻ ചില ശ്രമങ്ങൾ അവരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. പാർട്ടി പ്രവർത്തകരും ഇതിനിടയിൽ ഇടപെട്ടു. അതാണിപ്പോൾ വലിയൊരു സംഘർഷത്തിലേക്ക് മാറിയിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായി. ഇവിടെ ആശാ ലോറൻസിനെ അനുനയിപ്പിക്കാൻ ശ്രമം നടന്നു. പക്ഷേ മൃതദേഹം ഇവിടെ നിന്നും മാറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആശാ ലോറൻസ് ആദ്യഘട്ടത്തിൽ സമ്മതിച്ചില്ല. തുടർന്നാണ് ആശാ ലോറൻസിനെ ബലമായി ബന്ധുക്കൾ ചേർന്ന് പിടിച്ചു മാറ്റിയത്. ശേഷം ഈ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് MM ലോറൻസിന്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. ആംബുലൻസിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ, മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ആംബുലൻസിലേക്ക് MM ലോറൻസിന്റെ മൃതദേഹം ഇപ്പോൾ കയറ്റുന്നു. ആശാ ലോറൻസ് എറണാകുളം ടൗൺ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആശാ ലോറൻസിനെ ഏതാണ്ട് ബലമായി തന്നെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. കുടുംബാംഗങ്ങൾ തന്നെയാണ് അവരെ അവിടെ നിന്ന് മാറ്റിയത്. അതുകൊണ്ട് അക്കാര്യത്തിൽ പാർട്ടിക്കാരൊന്നും, CPM-ന്റെ പ്രവർത്തകരൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആരും ഇടപെട്ടില്ല. ആശയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർ ഏതാണ്ട് ഒരു കുഴഞ്ഞു വീണു എന്ന് തോന്നുന്നു. ആ മട്ടിലാണ് അവരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഇപ്പോഴും തുടരുകയാണ്. കുടുംബാംഗങ്ങൾ അവരെ ആശ്വസിപ്പിക്കാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലൂടെയാണ് MM ലോറൻസിന്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് മാറ്റിയത്. ആശാ ലോറൻസിനെയും അവരോടൊപ്പമുള്ള മകനെയും അവിടെ നിന്ന് ഏറെക്കുറെ ബലമായി തന്നെ കുടുംബാംഗങ്ങൾ ചേർന്ന് പിടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവരവിടെ തുടരുകയാണ്. ഇനിയിപ്പോൾ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ അതൊരു രണ്ട് കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഉള്ള ഒരു തർക്കം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും അത് അവിടെ തുടരുന്നത്. അതിൽ മറ്റു തരത്തിലുള്ള ഇടപെടലൊന്നും ഉണ്ടാവാതെ നോക്കുന്നുണ്ട്. അപ്പോൾ മറ്റാരും ഇടപെട്ടിട്ടില്ല. കുടുംബാംഗങ്ങളാണ് പരസ്പരം അവിടെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ആശയെ അവിടെ നിന്ന് മൃതദേഹത്തിനടുത്ത് നിന്ന് ബലമായി മാറ്റിയത്. ആശയെയും മകനെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് മൃതദേഹം തൽക്കാലം മോർച്ചറിയിലേക്ക് തന്നെ മാറ്റുക, അതിനുശേഷം മെഡിക്കൽ കോളേജ് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കട്ടെ, മറ്റ് നിയമപരമായ തീരുമാനം എടുക്കട്ടെ, ഇവരുടെ ആവശ്യം പരിഗണിക്കട്ടെ എന്നാണ് ഇപ്പോൾ കോടതി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ കോടതി ഉത്തരവ് അങ്ങനെയാണ്. ആ ഉത്തരവ് ഇവിടെ ഏതാണ്ട് ആ നിലയിൽ പാലിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ MM ലോറൻസ് എന്നത് കേരളത്തിലെ സമുന്നതനായൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഏതാണ്ട് 18 വയസ്സിൽ പാർട്ടി അംഗത്വം കിട്ടി പിന്നീട് ഇങ്ങോട്ട് സമര പോരാട്ടങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് MM ലോറൻസ്. എറണാകുളത്തെ ഒരു CPM മുഖമാണ്, പോരാട്ട മുഖമാണ്. മധ്യ കേരളത്തിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അതിനിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളയാളാണ്. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകർഷകനായി ആ നിലയിൽ പ്രവർത്തിക്കുകയും 18-ാമത്തെ വയസ്സിൽ പാർട്ടി അംഗമാവുകയും ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം പോലെയുള്ള ഈ പാർട്ടിയുടെ സമര പോരാട്ടങ്ങളിലൊക്കെ സജീവ പങ്കാളിയാവുകയും ചെയ്ത ഒരു സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ ജീവിതം മുഴുവനായി നോക്കുമ്പോൾ ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിൽ തന്നെയായിരുന്നു. അന്തിമമായി പാർട്ടിയും പാർട്ടി അച്ചടക്കവുമായിരുന്നു അദ്ദേഹത്തിന് ബാധകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആ മൃതദേഹം എന്ത് ചെയ്യണമെന്നതിനെ ചൊല്ലി ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്നു എന്നത് ഖേദകരമായ കാര്യമാണ്. പാർട്ടി അനുഭാവികളെ, പാർട്ടി പ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ ഒക്കെ സംബന്ധിച്ച് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകുക എന്നായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മക്കളിൽ ചിലർ പറയുന്നു. അതല്ല, അദ്ദേഹത്തിന് മതപരമായ സംസ്കാര ചടങ്ങ് വേണം, അവസാന കാലത്തും വിശ്വാസിയായിരുന്നു എന്ന് മകൾ പറയുന്നു. കോടതിയിലേക്ക് എത്തുന്നു. കോടതി അത് പരിശോധിച്ച് രേഖകളൊന്നും ഇല്ലാത്തത് കൊണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ സമ്മതപത്രം എഴുതി നൽകാത്തത് കൊണ്ട് തൽക്കാലം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റാനുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കോടതി ആ ചോദ്യം ചോദിക്കുകയും ചെയ്തു, ഇക്കാര്യത്തിൽ ഏതായാലും സമ്മതപത്രമോ മറ്റെന്തെങ്കിലും രേഖകളോ ഉണ്ടോ? തൽക്കാലം അത് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞത്. അത്തരമൊരു രേഖ ഇല്ല എന്നാണ് ആശാ ലോറൻസിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നത്. അപ്പോൾ ഈ നിലയിൽ ആ മൃതദേഹം ഒരു തർക്ക വിഷയമായി മാറുന്നു എന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത്. എന്തായാലും ഇപ്പോഴിതാ ആംബുലൻസിലേക്ക് ആ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. അത് അല്പസമയത്തിനകം മെഡിക്കൽ കോളേജിലേക്ക്, എറണാകുളം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റും. ആംബുലൻസ് നീങ്ങിക്കഴിഞ്ഞു അവിടെ നിന്ന്. അത് മോർച്ചറിയിൽ സൂക്ഷിക്കും, മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കും. അതിനുശേഷം ഇതിലൊരു തർക്കത്തിൽ ഒരു അന്തിമ തീരുമാനം കോടതിയോ അല്ലെങ്കിൽ
മെഡിക്കൽ കോളേജോ എടുത്ത ശേഷമായിരിക്കും അതിൽ തുടർ നടപടികൾ ഉണ്ടാവുക. ഏതെങ്കിലും തരത്തിൽ അത് പഠനാവശ്യത്തിന് കൊടുക്കുന്നത് പോലെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകരുത് എന്ന് കോടതി മെഡിക്കൽ കോളേജിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ തീരുമാനം എടുക്കാനിരിക്കുന്നവൾ ഇപ്പോഴും നമ്മൾ ടൗൺ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കുടുംബാംഗങ്ങൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്നുണ്ട്. അതൊരു കുടുംബാംഗങ്ങൾക്കിടയിലെ തർക്കം, പ്രശ്നം എന്ന നിലയിൽ ആണ് ഇപ്പോഴും അത് കാണുന്നത്. നേരത്തെ CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി അത് ആ നിലയിൽ വിശദീകരിച്ചു. കുടുംബം എന്താണോ പറയുന്നത് അനുസരിച്ച് ചെയ്യും, അതിനൊപ്പം പാർട്ടി ഉണ്ടാകും എന്നാണ്. പക്ഷേ വ്യത്യസ്ത അഭിപ്രായം കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടായി. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ കൂടെ നിൽക്കാൻ തൽക്കാലം അവിടെ ആരും ഉണ്ടായിട്ടില്ല. അവരത് ആ കുടുംബാംഗങ്ങൾ തന്നെയാണ് ആശയെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയും മാറ്റുകയും ചെയ്തത്. ആശയെയും, ആശ ലോറൻസിനെയും മകനെയും